നമസ്കാരം. പശു കുടിക്കുന്ന അതേ വെള്ളം തന്നെയാണ് പാമ്പും കുടിക്കുന്നത്. പക്ഷെ പശു തരുന്നത് പാലും പാമ്പിൽ നിന്ന് വരുന്നത് വിഷവുമാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് സ്വീകരിക്കുന്നു എന്നതല്ല, മറിച്ച് എന്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നതാണ്. വീണ്ടും പ്രകൃതിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ നാം ഒരു കുറുക്കനെ കോഴിക്കൂട്ടിന്റെ അടുത്ത് നിന്ന് ഓടിച്ചു വിട്ടാൽ നമ്മൾ അകാരണമായി ഔദാര്യം കൊടുക്കുകയാണ്. നാം ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് അവൻ വീണ്ടും വന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകും. ചിലർക്ക് സഹായം കൊടുക്കുന്നത് ഇതുപോലെയാണ്. വെറുതെയാണ് അവരോട് നമ്മൾ കരുണ കാണിക്കുന്നത്. അവരവരുടെ സ്വഭാവം തന്നെ കാണിക്കും. നാം എന്നും ചോറ് കൊടുക്കുന്ന നായ നമ്മളെ നോക്കി കുരയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളെ പോലെ തന്നെ മറ്റാരോ അതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർ തന്നെ ആയിരിക്കും ഏറ്റവും ആദ്യം ചതിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്നത്. പാവയ്ക്കും പുളിക്കും ഒരുപോലെ വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും പുളിയിൽ നിന്ന് പുളിരസവും പാവയ്ക്കയിൽ നിന്ന് കയ്പുമാണ് പുറത്തേക്ക് വരുന്നതെന്ന് നമ്മൾ നമ്മളുടെ ബന്ധങ്ങളിൽ മറന്നു പോകരുത്. ശ്രദ്ധയോടുകൂടി ബന്ധങ്ങളെ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം ഏറ്റവും പരമപ്രധാനമായ കാര്യം, പൂച്ചയെ നോക്കി എലി കൊഞ്ഞണം കുത്തുന്നുണ്ടെങ്കിൽ ഓർക്കുക, എലിയുടെ മാളം തൊട്ടടുത്ത് എവിടെയോ ഉണ്ട് എന്ന്. അതിന്റെ അർത്ഥം തന്നെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാകുമ്പോഴാണ് ബലഹീനരായ മനുഷ്യർ ആളാവാൻ ശ്രമിക്കുകയും നമ്മളെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നത്. ബന്ധങ്ങളിൽ ശ്രദ്ധയോടെ